ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഇപ്പോൾ SLR ലിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല. കാരണം 2024 വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ വന്ന SLR ലിസ്റ്റിൽ പേര് കാണില്ല. ഇതിനായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ നെയിം ചേർക്കുക എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നെയിം ചേർക്കാൻ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ സെർച്ച് ബാറിൽ voters.eci.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ വെബ്സൈറ്റിൽ ന്യൂ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ഫിൽ ഫോം 6 എന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഫോം 6 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഫോം 6 നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ഈ ഫോം 6 ഫില്ല് ചെയ്ത് കൊടുത്താണ് നമ്മൾ പുതിയ വോട്ടേഴ്സ് ഐഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റ് നെയിം ഇവിടെ സെലക്ട് ചെയ്യാം. അടുത്തതായി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. നമ്മുടെ ജില്ല ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യാം. അടുത്തതായി നിങ്ങളുടെ മണ്ഡലം ഇവിടെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ പാർലമെൻ്ററിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷനല്ലാണ്, പൂരിപ്പിക്കേണ്ടതില്ല. അടുത്ത ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ്. നമ്മുടെ ആധാർ കാർഡിൽ എന്ത് പേരാണോ ഇരിക്കുന്നോ ആ പേരാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മുടെ പേര് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ മലയാളത്തിൽ നമ്മുടെ പേര് കാണാൻ സാധിക്കും. അത് കറക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് സർനെയിം കൊടുക്കുക. അതിനുശേഷം താഴെ ചൂസ് ഫയൽ എന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോയുടെ സൈസ് 4.5 cm 3.5 cm എന്ന അളവിലായിരിക്കണം. നെക്സ്റ്റ് ഈ കാണുന്ന ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഗാലറി സേവ് ആയിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ആയതിനു ശേഷം ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഈ ഓപ്ഷന് നെയിം ഓഫ് ദി സർനെയിം ഓഫ് എനി വൺ ഓഫ് ദി റിലേറ്റീവ്. ഇവിടെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. റിലേറ്റീവ്സിനായിട്ട് ഓപ്ഷൻസ് ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, ലീഗൽ ഗാർഡിയൻ. ഇതിലേതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തതായി ഇവിടെ അവരുടെ നെയിം ടൈപ്പ് ചെയ്യുക. നെയിം എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ മലയാളത്തിലും കാണാൻ സാധിക്കും. മലയാളം കറക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സെൽഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ല, ഇനി റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടതെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം വോട്ടർ ID രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ OTP നമ്പർ റിസീവ് ആകും. അതുകൊണ്ട് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ഇമെയിൽ ID. ഇമെയിൽ ID യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇമെയിൽ ID എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ആധാർ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ ബോക്സിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി ആധാർ നമ്പർ ഇല്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഇവിടെ ജെൻഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് നൽകേണ്ടതുണ്ട്. സോ സെലക്ട് ഡോക്യുമെൻ്റ് ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതിലേത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ പ്രൂഫായി കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്ന് ഏത് ഡോക്യുമെൻ്റ് ആണോ ഏജ് പ്രൂഫിന് നൽകുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ അഡ്രസ്സ് ഫിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ഫിൽ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഹൗസ് നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് സ്ട്രീറ്റ് നെയിം എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് വില്ലേജ് അല്ലെങ്കിൽ ടൗണിൻ്റെ പേര് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്യണം. അതിനുശേഷം പിൻ നമ്പർ എൻ്റർ ചെയ്യാം. ഇനി താലൂക്കിൻ്റെ പേര് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഈ കൊടുത്ത അഡ്രസ്സിന് അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്ന് ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾ അഡ്രസ് പ്രൂഫിന് നൽകുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഈ താഴെ കാണുന്ന ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡിസേബിൾ ആയ ആൾക്കാർ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഡിസേബിൾ പീപ്പിൾ ഫിൽ ചെയ്യുമ്പോൾ ഡിസേബിൾ പ്രൂഫ് എന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ശേഷം ഈ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ SLR ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതുപോലെയാണ് ഈ ഓപ്ഷൻസ് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം അവരുമായിട്ടുള്ള റിലേഷൻ എൻ്റർ ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ നേരത്തെ കൊടുത്ത ഫാമിലി മെമ്പറിൻ്റെ ഫാദർ നെയിം എൻ്റർ ചെയ്യുക. ഫാദറിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. അടുത്തത് മദർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം മദർ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യുക. അടുത്തതായി സ്പൗസ് നെയിം എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാം. അടുത്തതായി ഈ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത് ഡിക്ലറേഷനാണ്. നെക്സ്റ്റ് ഇവിടെ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പോളിംഗ് സ്റ്റേഷൻ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എത്ര വർഷം കൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കുന്നു ആ ഡീറ്റെയിൽ നൽകുക. നെക്സ്റ്റ് ഇവിടെ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് എൻ്റർ ചെയ്യുക. ഡേറ്റ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിവിടെ എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ല അത് വേണ്ട എങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കീപ്പ് എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പുതിയ വോട്ടേഴ്സ് IDക്കായി രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയ വോട്ടേഴ്സ് IDക്കായി ഓൺലൈനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.